സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തിരിവ് ഉയർത്തി 6% നിന്നും 15% ഉയർത്തിയത്. ഇറക്കുമതി കുറച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം നിലനിർത്തുക, വ്യാപാര കമ്മി കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി. തിരിവ് വർദ്ധിക്കുന്നതോടെ സ്വർണ്ണാഭരണങ്ങളുടെ വിലയും ഉയരും. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ലോകത്ത് സ്വർണം വെള്ളി ഉപഭോക്താക്കളിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇതിനായി ഇറക്കുമതിയെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. തിരിവ് വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉപയോഗം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുർബലത തുടരുന്ന രൂപയെ പിന്തുണയ്ക്കുന്നതിനും ഇറക്കുമതി തിരിവ് വർധന സഹായിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തിരിവ് ഉയർത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. 6% നിന്നും 15% ഇപ്പോൾ ഇറക്കുമതി തിരിവ് ഉയർത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇറക്കുമതി തിരിവ് ഉയർത്തുകയാണെങ്കിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ വില കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇറക്കുമതി കുറച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വ്യാപാര കമ്മി കുറയ്ക്കുക എന്നിവയൊക്കെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തിരിവ് വർദ്ധിക്കുന്നതോടുകൂടി സ്വർണ്ണാഭരണങ്ങളുടെ ഒക്കെ വില കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട്. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ലോകത്ത് സ്വർണം വെള്ളി ഉപഭോക്താക്കളിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറക്കുമതിയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ തിരിവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ അളവും കുറയും. അങ്ങനെയാണെങ്കിൽ സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ഇറക്കുമതി ചെയ്യുന്നതിന്റെ അളവും കുറയും. ഇത്തരത്തിൽ തിരിവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഒക്കെ ഉപഭോഗം കുറയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ദുർബലത തുടരുന്നത് രൂപയെ പിന്തുണയ്ക്കുന്നതിനും ഇറക്കുമതി തിരിവ് വർധന സഹായിക്കുമെന്നതും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. നാട്ടിലെ പൊതുദർശനത്തിന് ശേഷം റഹ്മാനിയ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഇന്നലെയാണ് വെള്ളിയലിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ച് 7 വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേറ്റത്. റഹീസ്, ഫഹദ്, വഹാസ്, സിയാദ് എന്നിവരാണ് മരിച്ചത്. ബാക്കിയുള്ള 3 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്നലെയാണ് മലപ്പുറം മങ്കടയിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഒറ്റ ഇടിമിന്നലിൽ 4 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇവർ 7 പേരുണ്ടായിരുന്നു. 7 പേർക്കാണ് ഇടിമിന്നലേറ്റത്. അതിൽ 4 പേരുടെ ജീവനായിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്. ഇവർ മങ്കട ഭാഗത്ത് പന്തീരങ്കാവ് മലയിൽ ഇത്തരത്തിൽ വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ എത്തിയതായിരുന്നു. കാറ്റുകൊള്ളുന്നതിനായി മറ്റുമൊക്കെ ആയിട്ട് എത്തിയതാണ്. പക്ഷേ പെട്ടെന്നായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും മരങ്ങളൊന്നും അടുത്തില്ല. ഇത്തരത്തിൽ തുറസായ ഒരു സ്ഥലത്ത് ഒരു പാറപ്പുറത്തായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് അപ്രതീക്ഷിതമായൊരു ഇടിമിന്നൽ ഏൽക്കുന്നത്. ഇത്തരത്തിൽ ഇടിമിന്നലേറ്റ് 4 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ഈ മരിച്ച 4 വിദ്യാർത്ഥികളുടെയും സംസ്കാരം ഇന്നാണ് നടക്കുക. നാട്ടിലെ പൊതുദർശനത്തിനൊക്കെ ശേഷം റഹ്മാനിയ ജുമാ മസ്ജിദിലാണ് ഖബറടക്കുന്നത്. കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ച് 7 വിദ്യാർത്ഥികൾക്ക് ഇന്നലെയായിരുന്നു ഇടിമിന്നലേറ്റത്. റഹീസ്, ഫഹദ്, വഹാസ്, സിയാദ് എന്നിവർക്കാണ് ഇതിൽ മരിച്ചത് വിദ്യാർത്ഥികളാണ്. ബാക്കിയുള്ള 3 പേരും ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.